നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതമായ തക്കാളിയാണ്. അമേരിക്കൻ ഐക്യനാടുകളിലും കാനഡയിലുമൊക്കെയാണ് തക്കാളി ആദ്യമായി കൃഷി ചെയ്യപ്പെട്ടിരുന്നത്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ഇത് പ്രചാരത്തിൽ കൊണ്ടുവന്നത്. ഇന്ന് ലോകമെമ്പാടും പ്രചാരത്തിലുള്ള ഒരു ഭക്ഷ്യവിഭവമായിട്ടുള്ള ഫലമാണ് തക്കാളി. ഇന്ത്യ, ഈജിപ്ത്, തുർക്കി, ചൈന എന്നീ സ്ഥലങ്ങളിലാണ് ഇന്ന് തക്കാളി കൃഷിയിൽ മുന്നേറി നിൽക്കുന്നത്. സൊളേനേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ലൈക്കോപെർസിക്കോൺ എസ്കുലൻറ്റം എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ദന്തശഠം എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദക്ഷിണ അമേരിക്കയിലെ ആദിവാസികൾ ചരിത്രാതീത കാലം മുതൽക്കു തന്നെ ഈ തക്കാളിയെ ഭക്ഷ്യയോഗ്യമായി ഉപയോഗിച്ചു വന്നിരുന്നു. 10 മുതൽ 25 സെൻറ്റിമീറ്റർ വരെ നീളമാണ് തക്കാളിയുടെ ഇലത്തണ്ടിനുള്ളത്. ഇലയ്ക്ക് 8 സെൻറ്റിമീറ്റർ വരെ നീളമാണുള്ളത്. വളരെ ചെറിയ പുഷ്പങ്ങളാണ് തക്കാളിക്കുള്ളത്. മഞ്ഞ നിറത്തിലാണത് കാണപ്പെടാറുള്ളത്. തക്കാളി ചെടിയുടെ തണ്ടിനും അതുപോലെ ഇലകളിലും എല്ലാം വെളുത്ത നനുനനുത്തുള്ള രോമങ്ങൾ കൊണ്ട് ആവൃതമാണ്. നിറത്തിലും രൂപത്തിലും വ്യത്യസ്തമാർന്ന 30ഓളം ഇനം തക്കാളികളാണ് ഇന്ന് കൃഷി ചെയ്യപ്പെടുന്നത്. പാകം ചെയ്യാത്ത തക്കാളി സാലഡുകളിലൊക്കെയായി കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. അതുപോലെ തക്കാളി സൂപ്പും കെച്ചപ്പൊക്കെയായും വ്യാവസായിക അടിസ്ഥാനത്തിലും ഇതിനെ പ്രയോജനപ്പെടുത്താറുണ്ട്. വ്യത്യസ്ത വലുപ്പത്തിലും ആകൃതിയിലുമുള്ള തക്കാളി പഴത്തിന് കടും ചുവപ്പ് മുതൽ മഞ്ഞ വരെ നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ പുറംതൊലി വളരെ മിനുസമാർന്നതാണ്. ഉള്ള് വളരെ മാംസളമായിരിക്കും. അത് കാൽഷ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുമുണ്ട്. മാംസളമായിട്ടുള്ള ഈ തക്കാളിപ്പഴം കാൽഷ്യം ഓക്സലേറ്റിൻ്റെ ഒരു കലവറയാണ്. അതുകൊണ്ട് തന്നെ മൂത്രാശയത്തിലും ഈ തക്കാളിയുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം മൂത്രാശയത്തിലുമൊക്കെ കല്ലുണ്ടാക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ ഇനഭേദം അനുസരിച്ച് തക്കാളിയുടെ വികാസത്തിനും അതുപോലെ ഇതിൻ്റെ വർണ്ണത്തിനും വ്യത്യാസമുണ്ടാകും. തക്കാളിക്ക് ഈ നിറം കൊടുക്കുന്നത് കരോട്ടിൻ, ലൈക്കോപെർസിഡിൻ എന്നീ രാസഘടകങ്ങളാണ്. ഇതിൻ്റെ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ഇതിന് വിവിധ തരത്തിലുള്ള വർണ്ണങ്ങൾ നൽകുന്നത്. ഇതിൻ്റെ വിത്ത് വളരെ ചെറുതും തവിട്ടു നിറത്തോടും കൂടിയതാണ്. മണലും കളിമണ്ണും ചേർന്ന മണ്ണാണ് തക്കാളി കൃഷിക്ക് അനുയോജ്യം. വർഷത്തിൽ 2 കാലയളവിലാണ് തക്കാളി കൃഷി ചെയ്യപ്പെടുന്നത്. ജൂൺ, ജൂലൈ മാസങ്ങളിലും നവംബർ മാസത്തിലും. വേരുചീയൽ, ഫലം ചീയൽ, അതുപോലെ പല വിധത്തിലുള്ള കുമിള രോഗങ്ങളൊക്കെയാണ് തക്കാളിയെ ബാധിക്കുന്ന അസുഖങ്ങൾ. ഇതിൻ്റെ ഫലം, ഇല എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. തക്കാളിപ്പഴം ആരോഗ്യത്തിനും സ്വാദു കൂട്ടാനും മാത്രമല്ല നല്ലൊരു സൗന്ദര്യവർദ്ധക ഫലം കൂടിയാണിത്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈസോപ്പിൻ എന്ന ഘടകം മുഖത്തിന് ശോഭ കൂട്ടുവാനും ചുളിവുകൾ അകറ്റുവാനും സഹായിക്കുന്നു. നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് ഈ തക്കാളിയുടെ നീര്. ഇത് മുടിക്ക് തിളക്കവും മൃദുത്വവും നൽകുന്നു. തക്കാളി വൈറ്റമിൻ സിയുടെ കലവറയാണ്. സൂര്യപ്രകാശം കൊണ്ട് അലർജി ഉണ്ടാവുന്നവർ ഈ തക്കാളി നീര് ദേഹത്ത് പുരട്ടിയാൽ മതി. തക്കാളിയുടെ വിത്തിൽ നിന്നും എടുക്കുന്ന എണ്ണ സോറിയാസിസ്, എക്സീമ എന്നീ തുടങ്ങിയ അസുഖങ്ങൾക്കും വളരെ പ്രയോജനമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. തക്കാളി ഒരു പോഷകപ്രധാനമായൊരു ഫലമാണ്, അതെല്ലാവർക്കും അറിയാം. അതിലുപരി ഇത് വളരെ വൈറ്റമിൻസ് ധാരാളമുള്ളൊരു ഫലമാണ്. ഇതിൽ ഈ ദീപനം എന്നൊരു ഗുണമുണ്ട്. അതായത് ഇത് കുറച്ച് അതിൻ്റെ ലേശം പുളിയുണ്ട്. അത് ലേശം അതിൻ്റെ സ്വരസെടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ വിശപ്പ് ഉണ്ടാകും നല്ലോണം. അപ്പോൾ നമ്മൾ ഈ തക്കാളി സൂപ്പൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഈ ഭക്ഷണത്തിന് മുമ്പേ തക്കാളിയുടെ സൂപ്പിനൊക്കെ സ്വരസം എടുത്തിട്ട് ലേശം കുരുമുളകും ലേശം ഉപ്പും ചേർത്ത് കഴിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് നല്ല വിശപ്പ് തോന്നും. അതുകൊണ്ടൊരു ദീപനമാണ്. പിന്നെ ഇതിൻ്റെ ഒരു നാടൻ പ്രയോഗം പറയുകയാണെങ്കിൽ ഈ തക്കാളി നമ്മൾ ഈ വെറുതെ ചീഞ്ഞ തക്കാളിയൊക്കെ കളയുന്നുണ്ട്. കുറച്ചൊന്നും ചീഞ്ഞൊന്നും കളയരുത്. ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഒരു കുഴമ്പ് പോലെ ആക്കിയിട്ട് ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ചാൽ ഈ സ്കിന്നിൻ്റെ ഇമ്മ്യൂണിറ്റിയും ആ തൊലിയുടെ മാർദ്ദവും കൂട്ടും. അതുകൊണ്ട് തന്നെ ഈ വെയിൽ കൊണ്ട് അലർജിയുള്ള ആൾക്കാർക്ക് ഈ ദിവസേന തക്കാളി മേലെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ അലർജി ഉണ്ടാവില്ല.
മാത്രമല്ല ഈ വെയിൽ കൊണ്ടുണ്ടാകുന്ന കയ്യിൻ്റെ മുകളിലുണ്ടാകുന്ന കറുപ്പ് പോകാനും ഈ തക്കാളി തേച്ച് കുളിച്ചാൽ മതി. സോപ്പിനേക്കാൾ നല്ല ഒരു എന്താ പറയുക നറിഷ്മെൻ്റാണ് സ്കിന്നിന് ഈ തക്കാളി എന്ന് പറയുന്നത്. ah